ഏഷ്യാനെറ്റിന്റെ മുൻ മേധാവിയും നിലവിൽ വാൾട്ട് ഡിസ്നിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറുമായിട്ടുള്ള കെ മാധവൻ കഴിഞ്ഞ ദിവസം കേരളത്തെക്കുറിച്ച് പറഞ്ഞ വാചകമുണ്ട്. ഈ നാട് കേൾക്കണം. കാര്യം ഇന്ന് സംഘി മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തെ ഇകഴ്ത്തിയും സർക്കാരിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തരം കെ മാധവന്റെ വാക്കുകളിലുണ്ട്. കേരളം വ്യവസായ സൗഹൃദമായെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കാനും, എന്നാൽ കേരളത്തിലെ തൊഴിലാളി പ്രശ്നങ്ങളെയെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് ലോകത്താകമാനം അറിയുന്ന തരത്തിലേക്ക് അതിനെ വാർത്താ വിസ്ഫോടനമാക്കി മറ്റുള്ള ഇടങ്ങളിൽ ഇതൊന്നുമില്ല എന്ന തരത്തിൽ തോന്നലുണ്ടാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ ആ വാക്കുകളിലൂടെ കേട്ട് മനസ്സിലാക്കണം. കാര്യം നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി പറയുന്ന വാചകമാണ് എന്നായിരിക്കുമല്ലോ പൊതുവെയുള്ള വ്യാഖ്യാനം. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒപ്പം വിദേശത്തുൾപ്പെടെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്ന വാചകവും, അതും സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ മുൻ മേധാവി തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തൂ. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പെർസെപ്ഷൻ ഉണ്ട്. കേരളത്തിൽ എപ്പോഴും കുഴപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ദ ഹോൾ തിങ് ഈസ് നോട്ട് ഫാസിനേറ്റിംഗ് എക്കണോമിക് ക്രോസ് റോഡ്സ്. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ഒരു വീട്ടമ്മയുടെ വീട്ടിലെ ചുമട്ട് തൊഴിലാളികളുമായിട്ടുള്ള വഴക്ക്. അവരെന്തോ 1000 രൂപ കൂടുതൽ ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് കാച്ച്ഡ് അപ്പ് അറ്റ് എ നാഷണൽ ലെവൽ മീഡിയ. ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യ വരെ ഒരു ചെറിയ കോളത്തിൽ CITU ചുമട്ട് തൊഴിലാളികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു